ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് രാവിലെ ഒരു ബ്ലാക്ക് കോഫിയിൽ തുടങ്ങാം കേട്ടോ. രാവിലത്തെ കൊച്ചു വിശേഷം. രാവിലെ ആ കോഫി കുടിച്ചാലേ എനിക്കങ്ങോട്ട് നല്ലൊരു ഉന്മേഷം വരത്തുള്ളൂ. അത് കഴിഞ്ഞ് മഴ എങ്ങനെ ഉണ്ടെന്ന് നോക്കാമേ. മഴ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. ചെറിയ തോതിൽ ചനുവിന പെയ്യുന്നുണ്ട്. മഴയായി കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു മടുപ്പാണ്. എന്നാലും ജോലി നമ്മൾ ചെയ്തേലേ പറ്റൂ. അപ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ വെക്കാമേ. വെള്ളം ചെറുതായിട്ട് ചൂടായി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വെള്ളത്തിടാനുള്ള പൊടിയിട്ടെ. ആ പൊടിക്ക് നല്ല മണമാണ്, നല്ല രുചിയാണ് കേട്ടോ. എന്തോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ വെള്ളം ചൂടായി ഇറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ആ അടുപ്പിൽ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളവും കൂടെ വെക്കാമേ. അപ്പോഴത്തേക്ക് അമ്മമോള് ദാ ഉണർന്നിട്ടുണ്ടേ. അമ്മമോളെ ഉണർത്തിക്കൊണ്ട് വരുവാണേ. മഴ ആയതുകൊണ്ട് സ്കൂളില്ലാത്തതുകൊണ്ട് സ്വല്പം നേരം കൊണ്ടുള്ള താമസിച്ചാണ് എണീറ്റത് കേട്ടോ. അവളെ ഉണർന്ന് ഉടനെ അവളെ കുറച്ച് കളിപ്പിച്ചതിന് ശേഷം നമുക്ക് കടലക്കറി എങ്ങനെയായെന്ന് നോക്കാം. കടല ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിട്ട് വേവിച്ചതിന് ശേഷം കേട്ടോ കടുവറുത്ത് ഇങ്ങനെ ഇട്ടതേ. അത് കഴിഞ്ഞ് അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നമ്മുടെ മാവ് ഒരുവിധം ദോശയ്ക്കുള്ള മാവാണേ. ദോശയും കടലക്കറി മാവ് ഒരുവിധം സെറ്റായിട്ടിരിപ്പുണ്ട്. അമ്മമോൾ എണീറ്റ ഉടനെ ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാറാണ് എന്നും പതിവ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് മീൻകറി വെക്കാനുള്ള കരിയാപ്പിലയും മുളകും പറിച്ചുകൊണ്ട് വരാൻ. അവളങ്ങനെ കരിയാപ്പിലയും മുളകും പറിക്കാൻ പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ മുള്ളാത്തി ഞങ്ങൾ പകുതി കൊണ്ട് മുറിച്ച് കളഞ്ഞു കേട്ടോ. ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചോല ആയതുകൊണ്ടാണ് മുറിച്ചത് കേട്ടോ. അമ്മമോൾ പറിച്ചുകൊണ്ട് വന്ന മുളകും കരിയാപ്പിലാണ് എന്നെ കാണിക്കുകയാണ്. പിന്നെ മഴ ചെറുതായിട്ട് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു തോർച്ചയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് ദോശ ഇടാമേ. അരി ഞാൻ അടുപ്പത്തിട്ടില്ല, വെള്ളം അങ്ങോട്ട് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ദോശ ഇടുന്നത്. തീ ഉണ്ടായതുകൊണ്ട് ദോശ ഇന്ന് അടുപ്പിൽ ചുടാമെന്ന് വിചാരിച്ചേ. മഴ കാരണം വിറവ് നനവ് ഉണ്ടായതുകൊണ്ട് നല്ല പാടാണ് തീ എത്തിക്കാൻ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചൂട് കൊണ്ടും കൂടെ ഉണങ്ങട്ടെന്ന് വിചാരിച്ച് അടുപ്പത്തിട്ടെല്ലാം വിറവ് കൊണ്ട് കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ രാവിലെ എണീറ്റ് വേവിക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ ഊതി ഊപ്പാട് വരും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. നല്ല ചൂടായിരുന്നു ചട്ടി, അതുകൊണ്ട് ചെറുതായിട്ട് ഒന്ന് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും സാരമില്ല, സെറ്റായിട്ടുണ്ട് ദോശ. അമ്മൂമ്മക്ക് വലിയ ഇഷ്ടമാണ്. പിന്നെ ഇന്നലെ ഞാൻ മീൻ മേടിച്ച ബ്രാഹ്മണപ്പാരയാണ് മീൻ കേട്ടോ. ആ മീൻ ഇന്നലെ ഞാൻ മേടിച്ച് കഴുകി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐസ് മാറാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചു. അത് കഴിഞ്ഞ് ദോശയൊക്കെ ചുട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് അരി അടുപ്പത്തിടാം. അടുപ്പത്തല്ല കേട്ടോ ഇടുന്നത്, കലത്തിലാണേ. ഇനി എനിക്ക് രാവിലെ അരി അടുപ്പത്തിട്ട് ഇനി നമുക്ക് ദോശ കഴിക്കാം. ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം കേട്ടോ. അവർക്കൊക്കെ ഞാൻ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്ത് അങ്ങനെ ഞാനും കഴിച്ച്. കൊള്ളാം കേട്ടോ, സൂപ്പറായിരുന്നു, സെറ്റായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും